ചെറിയ വിവാദ പ്രസ്താവന MLA ഭാഗത്തു നിന്ന് അവിടെ നിന്നുണ്ടായി തമിഴ്നാട്ടിൽ നിന്ന്. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ നമ്മൾ ധരിപ്പിച്ചിട്ടുണ്ട്. അതായത് പുതിയ ഡാം പണിയാൻ അനുവദിക്കില്ല എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണെന്ന് തമിഴ്നാടിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. നമ്മൾ ആധികാരികമായി തന്നെയാണ് കേരളത്തിൻ്റെ ആവശ്യം ഈ വാട്ടർ റിസോഴ്സ് കമ്മിറ്റിയുടെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. അത് കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക ഏറ്റവും കൂടുതൽ 5 ജില്ലയെ ബാധിക്കുന്ന 35 ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ ബാധിക്കുന്ന ആ ആശങ്ക 130 വർഷം പഴക്കം ചെന്ന ഒരു ഡാം ഇപ്പോഴത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്ന നമ്മൾ എത്രത്തോളം മുന്നിലേക്ക് കാലം കടന്നുപോയി എന്നുള്ളത് ഉൾപ്പെടെ ഡാം എൻജിനീയറിങ്ങിൻ്റെ തന്നെ അത് ഏത് ലെവലിലേക്ക് ഇപ്പോഴെത്തി എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി കമ്മിറ്റിക്ക് മുൻപിൽ അവതരിപ്പിച്ചു. തമിഴ്നാട് അവരുടെ ആശങ്കകളൊക്കെ മുന്നോട്ട് വെച്ചു. അവരുടെ ഉയർത്തണം എന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെച്ചു. പക്ഷേ അതിൻ്റെ മറ്റു വശങ്ങൾ നമുക്ക് 142 എന്നുള്ളത് തന്നെയാണ് നമ്മൾ അതിലൂന്നി തന്നെയാണ് സംസാരിച്ചത്. അവര് ആ ഒരു ആംഗിളിലെ അല്ല സംസാരിച്ചത്, അവർ മറ്റ് കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത്. നമ്മളേതായാലും പുതിയ ഡാം വേണം എന്നുള്ള കേരളത്തിൻ്റെ ആ ഒരു നിലപാട്. പക്ഷേ നമ്മൾ അത് വളരെ സൗഹൃദപരമായി തന്നെയാണ് അവതരിപ്പിച്ചത്. എന്ന് വെച്ചാൽ കേരളം തമിഴ്നാടിന് വെള്ളം കൊടുക്കില്ല എന്നുള്ളൊരു ചിന്ത നമുക്കില്ല. നമ്മളത് അവതരിപ്പിച്ചതും വാട്ടർ ഫോർ തമിഴ്നാടു, കേരളത്തിന് സുരക്ഷ എന്നുള്ളത്. അപ്പോൾ തമിഴ്നാടിൻ്റെ അവരുടെ 5 ജില്ലകളുടെ ആശങ്ക, അവരുടെ ഫാമിംഗ്, അവരുടെ കൃഷിയെ കുറിച്ചുള്ള ആശങ്ക തമിഴ്നാട് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് 5 ജില്ല കൃഷി മാത്രമല്ല ജനങ്ങളെ മുഴുവനായിട്ട് ബാധിക്കുന്ന വിഷയം. അപ്പോൾ ഇത് ഒരു ബാലൻസാണ് ആവശ്യം. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ശുഭമായി കാര്യങ്ങൾ നടക്കും, പുരോഗമിക്കും എന്ന് പ്രതീക്ഷിക്കാം. ടീമിന്റെ വിസിറ്റ് ഉടനെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പ്രതിനിധിയെ തിരിച്ച് അവർ പ്രപ്പോസലായി ചോദിച്ചല്ലോ. നമ്മളത് ഒഴിവാക്കിയപ്പോൾ തന്നെ ഇടപെടേണ്ട രീതിയിൽ എല്ലാ തലങ്ങളിലും ഇടപെട്ടു. അതിന് കൃത്യമായി തന്നെ ഒരു റിസൾട്ട് ഉണ്ടായി. അതുകൊണ്ടാണല്ലോ നമ്മളോട് പ്രപ്പോസൽ ചോദിച്ചതും. കേരള ഗവൺമെൻറ് ആ പ്രപ്പോസൽ കൊടുക്കട്ടെ, ഏതായാലും ടീം ഉണ്ടാവട്ടെ. നമുക്ക് അതിനുശേഷം കൃത്യമായി ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായും ഉണ്ടാവുമല്ലോ. ഇതിൻ്റെ ഒരു നോട്ട് റിപ്പോർട്ട് കൊടുക്കും മന്ത്രാലയത്തിന്, എങ്ങനെയാണ് അത് അവരുടെ ഒരു റെഗുലർ പ്രൊസീജിയർ അനുസരിച്ച് നടക്കും.